അനിലേക്ക് പറ്റിയ ഒരു ഒന്നാമത് മലയാളം പോലും ചോദിന് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട്. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. എന്ത് ചെയ്യാനാ ലോറൻസ്, അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ലേ. പുള്ളി ഞാൻ ഒരു ആരുമായിട്ട് ബന്ധമില്ല, ഒരു ബന്ധമില്ലാത്തൊരു മനുഷ്യൻ എന്നുള്ള ഒരു വലിയ പ്രശ്നമായി. എന്നെ അറിയുമോ? ഇല്ല, അറിയില്ല. പുറത്തു പറഞ്ഞു കേട്ടിടത്തോളം നീ ആളത്ര ശരിയല്ല. മറ്റേ പരിപാടികളോട് കാണിക്കരുത്, കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതേസമയത്ത് ഐസക്ക് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ധനകാര്യമന്ത്രി എന്നതിൽ വളരെ പ്രഗത്ഭനാണ്. കേരളത്തിലെ പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ എല്ലാ ജനങ്ങളുടെയും അനുഗ്രഹം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് കാണാം. ആന്റോ ഇവിടെ സിറ്റിംഗ് MP ആണ് 3 പ്രാവശ്യം. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. ഞാനൊരു 4.5 ലക്ഷം വോട്ടിനും ഇടയ്ക്കുള്ള വോട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ കുറഞ്ഞു പോയല്ലോ. ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേന് സ്വാഭാവികമായിട്ട് അനിനാനിക്കെതിരായ ഒരു വികാരത്തിലേക്ക് വന്നു. അല്ലേ പിള്ളച്ചേട്ടാ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോൾ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇടയിൽ ഈ BJPക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ തരംഗം പൂർണ്ണമായി മുതലാക്കാൻ ഇവിടെ നമുക്ക് കഴിഞ്ഞില്ല. കാരണം നമ്മുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വന്ന ഒരു അപാകതയാണ്. ഒരു ദൈവ വിളി ഉണ്ടായി. എന്താ അതിപ്പം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിച്ചു. ഇതെന്തിനാ എന്റെ മേത്തേക്ക് വരുന്നത്? എന്നാ പിന്നെ നീ കെട്ടിപ്പിടിച്ച് 2 ഉമ്മ ഞാൻ വന്നിട്ട് നിന്റെ ശവപ്പെട്ടിയും പെട്ടിക്കച്ചവടൊക്കെ ഞാൻ ശരിയാക്കി തരണം. സുരേന്ദ്രൻ ഒരു നല്ല നേതൃത്വ പാഠമുള്ളയാളാണ്, ഒളിച്ചൊന്നും വെച്ചിട്ട് കാര്യമില്ല. അതുപോലെ സുരേന്ദ്രൻ കൊള്ളാം. ാണെങ്കിലും സത്യം പറയൂ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. വളരെ ശക്തമായ നേതാക്കന്മാർ ഒത്തിരി പേര് BJPയിലുണ്ട്. അവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി ഇനി മുന്നോട്ട് പോയാൽ അടുത്ത 26 അസംബ്ലി ഇലക്ഷനിൽ ഒരു 30 കൂടുതൽ MLA-മാരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. 30 കൂടുതൽ. ഓരോ മനുഷ്യനിലും അന്തർലീനമായ ഓരോ കഴിവുകളുണ്ട്. അല്പം മനസ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. പത്തനംതിട്ടയിൽ മത്സരിക്കാൻ കഴിയാതെ പോയത് ഏതെങ്കിലും ഉള്ളിൽ ഒരു ചെറിയ സങ്കടം പോലും ബാക്കിയില്ല. അപ്പൊ എന്നെ സങ്കടപ്പെടുത്താൻ വന്നതാണ്. മാത്രല്ല അവള് നാറ്റിക്കുകയും ചെയ്തു. അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. ചിലപ്പോ അനിലിന്റെ സ്ഥാനാർത്ഥിത്വം പാളി മറ്റൊരു സ്ഥലത്തായിരുന്നു അനിൽ മത്സരിക്കേണ്ടത് എന്ന് തോന്നുന്നില്ലേ? ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. അതറിയാഞ്ഞിട്ട് നിനക്ക് ഇരിക്കപ്പുറതേ ഇല്ല അല്ലേടി കാന്താരി. ഞാനങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയാലും പറയാൻ പറ്റില്ല മാധ്യമങ്ങളോട്. തോന്നിയെന്നിരിക്കട്ടെ, എന്നാലും ഞാൻ അത് പറയില്ല. അത് പറയുന്നത് മര്യാദയില്ലല്ലോ. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നത് ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളെ ലൈക്കായും ഷെയറായും സബ്സ്ക്രൈബായും ഒക്കെ തന്നേക്കണേ.